കരുണാനിധി എന്നും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചുകൊണ്ട് MGR ക്ലിഫ് ഹൗസിൽ ഹൗസ് വന്നു കണ്ട് അദ്ദേഹം ക്ഷമ പറഞ്ഞു. അന്ന് സാമ്പത്തികമായി വാപ്പ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ബാങ്കിലാണ് ഉള്ളത്. ആണോ? ഇത്രയും ദീർഘകാലം ആ സമയത്ത് ബാങ്കിലാണ് ഉള്ളത്. മന്ത്രിസ്ഥാനം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല. ഔദ്യോഗിക വ്യവസ്ഥയിൽ പിന്നെയും കുറച്ച് ദിവസം നിൽക്കില്ല. അന്ന് ഇറങ്ങാൻ പറയും. അപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു മതത്തെ വെറുക്കാൻ വേണ്ടി അവരാവാൻ പാടില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പേര് മുസ്ലിം അതിനകത്തുണ്ട് എന്നുള്ള ഒരു വിഷയം അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ പേരിലല്ലല്ലോ. നല്ല പേരാണല്ലോ SDPI. അതെ 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 ഡെമോക്രാറ്റിക്. ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ എതിർക്കുകയാണോ? അവരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാണ്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ സംഖ്യയായി മാറുന്നുണ്ട്. നമസ്കാരം. ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാരഥന്മാരിൽ ഒരാളായിരുന്നു CH മുഹമ്മദ് കോയ. 56-ാമത്തെ വയസ്സിൽ അന്തരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം, ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പദവികൾ വഹിച്ച മറ്റൊരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന ഒറ്റ കാരണത്താൽ തന്നെ ഡോക്ടർ മുനീർ മലയാളി സമൂഹത്തിന് സ്വീകാര്യനാണ്. എഴുത്തുകാരൻ, സംഗീതജ്ഞൻ, അക്കാഡമീഷ്യൻ, ഡോക്ടർ, അങ്ങനെ പോകുന്നു ഡോക്ടർ MK മുനീറിൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ MK മുനീർ. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് സ്റ്റുഡിയോയിലിരുന്ന് അങ്ങോട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ. എനിക്ക് ഈ എപ്പിസോഡിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അങ്ങയുടെ ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് അച്ഛൻ, അങ്ങയുടെ വാപ്പ എന്ന് പറയുന്നത് കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരാളല്ല. വാപ്പ മരിക്കുമ്പോൾ അങ്ങേക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഒരു 21 വയസ്സ്. അത് പഠിക്കുമായിരുന്നു. ആ ഒരു വാപ്പൻ്റെ മരണവും ആ സമയത്ത് എങ്ങനെ സംഭവിച്ചു ഓർക്കുന്നു? ഞാനിന്ന് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയം അതിൻ്റെ ഒരു വെക്കേഷനായി ഞാൻ കാലിക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് അസുഖം അധികമായിട്ടുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ അറിയുന്നുള്ളൂ. ഹൈദരാബാദിൽ അവിടുത്തെ വ്യവസായ മന്ത്രിമാരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. വ്യവസായ വകുപ്പുണ്ടത്? അല്ല, അന്ന് അഹമ്മദിനായിരുന്നു വ്യവസായ വകുപ്പ്. അഹമ്മദ് പുറത്തേക്ക് ഒരു യാത്ര പോയി പകരം. അപ്പം അതിൻ്റെ ചുമതല വാപ്പയ്ക്കായിരുന്നു. അങ്ങനെ അന്ന് എനിക്കൊന്ന് SM കൃഷ്ണ അടക്കം ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും വ്യവസായ മന്ത്രിമാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ പങ്കെടുത്ത് അന്ന് രാത്രി വിശ്രമിക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി പോയതാണ്. ഉറക്കത്തിലാണ് ഒരു സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അബോധാവസ്ഥയിലാണ്. രാവിലെയാണ് അറിയുന്നത്. അദ്ദേഹത്തെ പിന്നെ എല്ലാവരും കൂടെ, അപ്പോഴും വേറെ ജീവനുണ്ട്, പിന്നെ പൾസൊക്കെ ഉണ്ട്, നേരെ അവിടുത്തെ ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ NT രാമറാവു ആയിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം വളരെ അത്യാസന്ന നിലയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങോട്ട് ഹൈദരാബാദിലേക്കുണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ ഞങ്ങൾ എത്തിയ ശേഷം ഞങ്ങളോട് അവിടെയുള്ള എല്ലാ ആളുകളും, അവിടെയുള്ള കടകളെല്ലാം അടച്ചിരിക്കുന്നു. എന്തോ പന്തികേട് തോന്നി. ഞങ്ങളോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴേ പിന്നെ മരണം സംഭവിച്ചു എന്നുള്ളത് അറിയുന്നു. വഴിയിൽ ഉമ്മ ബോധരഹിത കാറിൽ വീണു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വീട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ബോഡി നേരെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ ദർബാർ ഹാളിൽ വെച്ചു പൊതുദർശനത്തിന്. ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി കരുണാകരനാണ്. അപ്പോൾ കരുണാകരനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അതിനുശേഷം കോഴിക്കോടേക്ക് കൊണ്ടുവന്നു. സാധാരണ നമ്മൾ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിൽ അവിടേക്ക്. ഒരിക്കലും ഒരു അപ്രതീക്ഷിതമായിരുന്നല്ലേ? വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അത്രയും സജീവമായി രാഷ്ട്രീയത്തിൽ
പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു വാപ്പയ്ക്ക്? അദ്ദേഹം പ്രമേഹ രോഗിയായിരുന്നു. ആയിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ജീവിതശൈലി രോഗമെന്നുള്ള നിലയ്ക്ക് ശൈലി, ഭക്ഷണം പ്രിയനായിരുന്നു, അതുപോലെ തന്നെ വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു. ഇതെല്ലാം പ്രമേഹത്തെ പിന്നെ ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. വാപ്പയ്ക്ക് വളരെ നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു അല്ലേ? എനിക്കൊന്ന് NTR വന്നെന്ന് തോന്നുന്നു ആ സമയത്ത്. NTR വന്നു. NTR ആയിട്ട് നല്ല ബന്ധമായിരുന്നു. ഒരുവിധം മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള NTR ഇവിടെ വന്നിട്ടുണ്ട്, വാപ്പയെ കാണാൻ വന്നിട്ടുണ്ടോ? അവിടെ പിന്നെ ഇവിടേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവിടെ ആശുപത്രി വന്നു. ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കി. കരുണാനിധി എന്നും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ക്ലിഫ് ഹൗസിലായിരുന്നു താമസിക്കാറുള്ളത്. MGRും ആയിട്ട് നല്ല ബന്ധം. MGRായിട്ട് നല്ല ബന്ധമായിരുന്നു. MGR അദ്ദേഹത്തിന് ഒരു അവിടെ വെച്ച് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചത്? അതൊന്നും ശരി. അത് അദ്ദേഹം, അതായത് വാപ്പ ചെന്നൈക്ക് പോകുന്നു, മദ്രാസിൽ. അദ്ദേഹം മന്ത്രിയാണ്, അന്ന് ഉപമുഖ്യമന്ത്രിയാണ്. ചെന്നൈയിൽ അവിടെയുള്ള ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ പിന്നെ സ്റ്റേറ്റ് കാറാണ്, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് കാറിലാണ്. അപ്പോൾ അദ്ദേഹം തൊപ്പി വെച്ചിട്ടാണല്ലോ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏതോ AIDMKയുടെ നേതാവാണെന്ന് കരുതിയിട്ട് DMKയുടെ ഒരു സമരം നടക്കുകയാണ്. അതിലാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത്. അവർ പിന്നെ നന്നായി കല്ലെറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവിടെയെല്ലാം നീലിച്ചിരുന്നു. എയർ കൊണ്ട് വണ്ടിക്കകത്ത് ഗ്ലാസ്സെല്ലാം പൊട്ടിയിട്ട് വണ്ടിക്കകത്ത് പിന്നെ നേരിട്ട് പതിക്കുകയായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ ഒരു നീല നിറം വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം. ചെവി അറ്റുപോയിരുന്നു. ചെവി പോയി? ചെവി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അറ്റു. വെട്ടിയതോ? അല്ല, കല്ല് വന്നിട്ട് ചെവിയുടെ മുഴുവനായിട്ട് ഇളകിപ്പോയിട്ടില്ല. മണ്ടഭാഗം ഏകദേശം 18 സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെവി വീണ്ടും തുന്നി പിടിപ്പിച്ചത്. അപ്പോൾ ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. പിന്നെ അത് അവർ ഈ കാറ് കത്തിക്കാനുള്ള ശ്രമമാണ് പിന്നെ. അപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചവിട്ടി പാപ്പയെ പുറത്തേക്ക് ചവിട്ടിയിട്ടു. അപ്പോഴൊരു ഓട്ടോറിക്ഷ, ഒരു മലയാളിയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എടുത്ത് ഓട്ടോയിൽ DMKയുടെ കൂടി ഓട്ടോയിൽ വെച്ച്. അപ്പോഴേക്കും ആളുകൾക്ക് മനസ്സിലായി. ഒരു വഴി മാറി കൊടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ബാൻഡേജ് ചെയ്തിട്ട് ആണ് തിരിച്ചു വരുന്നത്. വന്ന് എനിക്ക് തോന്നുന്നു 2 ദിവസം വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും MGR ക്ലിഫ് ഹൗസിൽ വന്നു കണ്ട് അദ്ദേഹം ക്ഷമ പറഞ്ഞു. അല്ല, അന്ന് ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ക്ലിഫ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ മിക്കവാറും എനിക്ക് തോന്നുന്നു പലപ്പോഴും അച്യുതമേനോൻ അദ്ദേഹം ക്ലിഫ് ഹൗസ് എടുത്തിട്ടില്ല. അപ്പോഴൊക്കെ വാപ്പയോട് പറയുക, ക്ലിഫ് ഹൗസ് നിങ്ങൾ എടുത്തോളൂ എന്നാണ്. ആദ്യം അവിടെ താമസിച്ചുകൊണ്ട് അങ്ങ് തുടരുകയാണ്. പിന്നെ അതുപോലെ തന്നെ കരുണാകരൻ ഒരിക്കലും ക്ലിഫ് ഹൗസിലല്ല താമസിച്ചത്. അത് മൻമോഹൻ ബംഗ്ലാവിലാണ് അദ്ദേഹം താമസിക്കുക. അപ്പോൾ ക്ലിഫ് ഹൗസ് SNDയിലായിരുന്നു ആദ്യം വാപ്പ ഉണ്ടായിരുന്നത്. പിന്നെ സ്പീക്കറായിരുന്നപ്പോൾ സാനഡു എന്ന് പറയുന്നത്. പിന്നീട് മിക്ക സമയത്തും ക്ലിഫ് ഹൗസിൽ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ MGR കാണാൻ വന്നു, മുഖ്യമന്ത്രി ആയിരിക്കും കാണാൻ വന്നു. കരുണാനിധിയും വന്നിട്ടുണ്ട്. കരുണാനിധി വീട്ടിൽ വന്നാൽ അവിടെ താമസിക്കുക. അദ്ദേഹം ഒരു ഭയങ്കര സൗഹൃദമായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചെന്നൈയിൽ പോയപ്പോൾ അദ്ദേഹം ഈ ഒരു ബന്ധം വെച്ചുകൊണ്ട് എന്നോട് വലിയ സ്നേഹം കാണിക്കുന്ന ആളായിരുന്നു കരുണാനിധി. വാപ്പയെക്കുറിച്ചുള്ള കുറച്ച് മറ്റ് ആ സമയത്ത് കുറച്ച് ഓർമ്മകൾ എന്താണല്ലോ ആ ചെറുപ്പത്തിലുള്ള വാപ്പയെ ബന്ധപ്പെട്ടതാണ്? ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും കാണില്ലല്ലോ, അധികവും യാത്രയായിരിക്കും. പിന്നെ രാത്രി പാതിരയൊക്കെ വരിക, ആ സമയത്ത് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. അദ്ദേഹം പുലർച്ചെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ ഉള്ള സമയത്ത് പക്ഷേ ഭയങ്കരമായി വാത്സല്യത്തോടു കൂടിയാണ് ഞങ്ങളെ മക്കളെയൊക്കെ കാണാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഇല്ലെങ്കിലും ഒരു ആത്മബന്ധം ഇങ്ങനെ രൂപപ്പെട്ടു. പിന്നെ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചത്, എൻ്റെ വായനയുടെ ഒരു പ്രധാന കാരണം വാപ്പ തന്നെയാണ്. പക്ഷെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പുസ്തകങ്ങൾ വാങ്ങിത്തന്ന്, അല്ല 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പിന്നെ പുസ്തകങ്ങൾ വാങ്ങിത്തന്നു. ഇപ്പോൾ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഈ വായനയോടുള്ളൊരു ഇഷ്ടം ഇങ്ങനെ തോന്നി തുടങ്ങി.
പിന്നെ അത് വലുതാവും തോറും അതിനനുസരിച്ച് പുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 10ലൊക്കെ എത്തുമ്പോഴേക്കും വളരെ ഫിലോസഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ. വാപ്പ ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യാത്രാ വിവരണമാണ് അധികവും. അദ്ദേഹത്തിന് എസ് കെ പൊറ്റക്കാടുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവർ രണ്ടും ഇങ്ങനെ യാത്രകളിൽ മുഴുകി കിടന്നവർ. എസ് കെ പൊറ്റക്കാട് അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടി എസ് കെ പൊറ്റക്കാടിനെ പിന്തുണച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന സമയത്ത്. ശരിക്കും വി ആർ കൃഷ്ണയ്യരെ EMS മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടല്ലോ 1987. അന്നാണ് വാപ്പ ആദ്യം MLA ആവുന്നത്. അതെ. അന്ന് ഞങ്ങൾ രണ്ട് തവണ പിന്നെ രണ്ടാളുകൾക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുണ്ടായിരുന്നു ആ ഗവൺമെൻറ്റിൽ. ഒന്ന് ഡോക്ടർ മേനോൻ, പിന്നെ കൃഷ്ണയ്യർ. അപ്പോൾ അങ്ങനെ എസ് കെ പൊറ്റക്കാടുള്ള ബന്ധം അതൊക്കെ യാത്രാ പുസ്തകങ്ങൾ എഴുതുന്നതിന് വാപ്പയെ ഭയങ്കരമായി പ്രേരിപ്പിച്ചു. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയതൊക്കെ വാപ്പയുടെ ഒരു ലെഗസി പിന്തുടരുക എന്നുള്ളത്. ഇപ്പോൾ വാപ്പയ്ക്ക് 5000-ഓളം പുസ്തകം ലൈബ്രറിയിലുണ്ടായിരുന്നു. ഇപ്പം ഞാനത് 25,000 പുസ്തകം ആക്കി. അതേ വീട്ടിൽ തന്നെയാണോ? അല്ല, ഞാനൊരു ലൈബ്രറി വേറെ തന്നെ ഒരു വീടെടുത്തിട്ട് അവിടെ ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിരിക്കുക. മറ്റുള്ളവർക്കും എല്ലാവർക്കും വായിക്കാം എന്നുള്ള നിലയ്ക്കാണ്. ഫ്രീ ആണ്. ഒരു റെഫറൻസ് ലൈബ്രറി ഫ്രീ. ഇരുന്ന് വായിച്ചു പോവാം. അവർക്ക് വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വീടിനോട് ചേർത്താണോ? അല്ല, അത് ചേവരമ്പലം എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ടിട്ടാണ്. ഈ മെഡിസിന് പോകാനൊക്കെ ഈ വാപ്പയുടെ തിരക്കണി മെഡിസിന് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? വാപ്പയ്ക്ക് ഞാനൊരു ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ പൊളിറ്റിക്സിൽ വരണം എന്ന് തീരെ താല്പര്യം. പൊളിറ്റിക്സ് ശരിക്കും വീട്ടിൽ തന്നെ പൊളിറ്റിക്സ് സംസാരിക്കാൻ ഞങ്ങളോട് അധികം രാഷ്ട്രീയം സംസാരിക്കില്ല. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം വിട്ട് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടണമെങ്കിൽ അത് ഞങ്ങളോട് സംസാരിക്കുകയാണല്ലോ. അവിടെയും രാഷ്ട്രീയം കൊണ്ടുവരണ്ട എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയം പറയില്ല, വലിയ തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് ഞങ്ങളെ ഒരിക്കലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് വാപ്പയുടെ മരണത്തിന് ശേഷമാണ് ഞാൻ സജീവ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് ഡോക്ടറാവണമെന്നുള്ള. അതിനുവേണ്ടി എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കുമായിരുന്നു. അങ്ങനെ മെഡിസിൻ കിട്ടിയ ശേഷം അദ്ദേഹം എനിക്ക് ഒരു കത്ത് എഴുതിയിട്ടുള്ളൂ. അത് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം, അതുപോലെ തന്നെ ബാംഗ്ലൂരിലാണല്ലോ, മറ്റു വഴിവിട്ട മാർഗങ്ങളിലൊന്നും പോകാതെ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കഞ്ചാവ്, കഫീന് ഇതിലൊന്നും പെടരുത് എന്ന് പറയുന്ന ഒരു കത്താണ്. അപ്പോൾ ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ പോയോ? ഇല്ല, ഞാനിത് തിരിച്ചു വന്നു. രാഷ്ട്രീയത്തിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹൗസ് ഏജൻസി ആകുമ്പോഴേക്ക് തന്നെ ഞാൻ കോർപ്പറേഷൻ കൗൺസിലറാണ്. അല്ല, ഈ വാപ്പ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ MBBS പൂർത്തിയാവുന്നത്? MBBS പൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും വീണ്ടും ഉത്തരവാദിത്തം. അപ്പോൾ MBBS കഴിഞ്ഞ് ഇരുന്ന് ഹൗസ് സർജൻസി ആകുമ്പോഴേക്കും BB അബ്ദുള്ളക്കോയ തുടങ്ങിയുള്ള ഒരു വീട്ടിൽ വന്നു. എൻ്റെ ഉമ്മയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വാപ്പ നിന്ന സ്ഥലമാണ് കോർപ്പറേഷൻ. ആദ്യം കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു വാപ്പ. അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്ന് മത്സരിക്കണം, ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കുറേ ആലോചിച്ച് പറഞ്ഞു, വാപ്പയെ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊണ്ടുപോയതാണ്, ഇനി അവനായിട്ട് ഞാൻ പിടിച്ചു വെക്കുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം എത്ര വർഷം ഗ്യാപ്പാണ്? വാപ്പ മരിച്ച എത്ര കാലം കഴിഞ്ഞപ്പോൾ? എനിക്ക് 21 വയസ്സിലാണ് വാപ്പ മരിക്കുന്നത്. 25ാമത്തെ വയസ്സ് പൂർത്തിയായാലേ കോർപ്പറേഷനിൽ മത്സരിക്കാൻ പറ്റൂ. ആ കൃത്യസമയത്താണ്. അത്രയും കാലം രാഷ്ട്രീയത്തിലില്ലായിരുന്നു? ഇല്ല, സജീവ രാഷ്ട്രീയത്തിലൊന്നുമില്ല. ഇപ്പോൾ പഠിത്തമാണല്ലോ, നമ്മുടെ കോഴ്സ് തീർക്കണമല്ലോ. കോഴ്സ് തീർത്തു ഹൗസ് ഏജൻസി ആകുമ്പോൾ ഞാൻ കോർപ്പറേഷൻ കൗൺസിലറായി. കോർപ്പറേഷൻ കൗൺസിലറായിക്കൊണ്ടാണ് ഞാൻ നിയമസഭ മത്സരിക്കുന്നത്. അല്ല, പിന്നെ ഇതിലേക്ക് പോകുന്നത്, പിന്നെ ഹൗസ് സർജൻസിക്ക് പോകും. ഹൗസ് സർജൻസി അപ്പോൾ കൗൺസിലറുമാണ്, ഹൗസ് ഏജൻസിയും ചെയ്യുന്നു.
ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ തന്നെ MLA ആയി 91. അതുകൊണ്ട് ഹൗസ് സർജൻസി 29ാമത്തെ വയസ്സിൽ ഞാൻ കോഴിക്കോട് 2ാം മണ്ഡലം എന്നാണ് അതിൻ്റെ പേരന്ന്. അവിടുന്ന് മത്സരിച്ചു, MLA ആദ്യമായിട്ട് MLA ആയി. അല്ല, അപ്പോൾ ഹൗസ് സർജൻസി പൂർത്തിയായില്ല? ഹൗസ് സെൻസി പൂർത്തിയായി. പൂർത്തിയായി. ഹൗസ് സെൻസി പൂർത്തിയായി, കാരണം അപ്പോഴേക്കും 91 ആയല്ലോ. ഓക്കെ. അങ്ങനെ പിന്നെ ഡോക്ടർ എന്നുള്ള നിലക്കാണ് പിന്നെ മത്സരിക്കുന്നത് നിയമസഭയിലേക്ക് മത്സരിച്ച് പിന്നെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കോർപ്പറേഷൻ കൗൺസിലറുമാണ്. അന്ന് പറ്റും. അപ്പോൾ MLA ആയിക്കൊണ്ട് ഞാൻ പിന്നെ കോർപ്പറേഷൻ കൗൺസിൽ, എനിക്ക് ബാലകൃഷ്ണയുടെ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്നു. അന്ന് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മാറിയത്. പിന്നെ 96. അല്ല, അപ്പോൾ പിന്നെ പ്രാക്ടീസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടേ ഇല്ല? അത് അതിനിടയ്ക്ക് ഞാനൊരു ചെറിയ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റൽ പണിതു. ചെറിയ ഹോസ്പിറ്റൽ, വളരെ ചെറിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ വല്ല പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിനിടയിൽ ഞാൻ ഒരു PHCയിൽ പോയി, പിന്നെ അവിടെ പിന്നെ പറമ്പത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ചെറിയൊരു പ്രാക്ടീസൊക്കെ ചെയ്തു. ഫ്രീ ഓഫ് കോസ്റ്റ് ആളുകൾക്ക് പിന്നെ സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന രീതിയിൽ കുറച്ച് പ്രവർത്തിച്ചു. ആ സമയത്ത് എന്തോ ഈ ഫീസ് അടയ്ക്കുന്ന ഈ അടുത്ത കാലത്തൊരു വിവാദം പറഞ്ഞില്ല, അതെങ്ങനെ? അന്ന് അത്ര സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു? അന്ന് സാമ്പത്തികമായി വാപ്പ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ബാങ്കിലാണ് ഉള്ളത്. ആണോ? ഇത്രയും ദീർഘകാലം ആ സമയത്ത് ബാങ്കിലാണ് ഉള്ളത്. അപ്പോൾ വാപ്പ ദീർഘകാലം ഈ പദവി ഇരുന്നിട്ടൊന്നും വാപ്പ ഈ സാമ്പത്തിക കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, തീരെ പിന്നോക്കം. നാട്ടുകാരെ നോക്കി നടന്നു. അതെ, അദ്ദേഹം കാറിന് വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു വളരെ, ഇപ്പം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ആരൊക്കെ സഹായിച്ചിട്ട് കാറ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല. ഔദ്യോഗിക വ്യവസ്ഥയിൽ പിന്നെയും കുറച്ച് ദിവസം നിൽക്കില്ല, അന്ന് ഇറങ്ങാൻ പറയും. അപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ അതിലൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് ബേബി ജോണാണ് കുറേയൊക്കെ സഹായിച്ചത്. അദ്ദേഹം നല്ല സാമ്പത്തിക അദ്ദേഹം അന്ന് പിന്നെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പിന്നെ ടാക്സിക്ക് പൈസ കൊടുക്കാനൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ബേബി ജോണാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പക്ഷെ വന്നെപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കും അത്. എങ്കിലും ആ സമയത്ത് പൈസ ഉണ്ടാകാത്ത ഒരു പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഷിബുവായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾ? ഷിബുവും ഞങ്ങൾ ശരിക്കും 2 കുടുംബമാണെങ്കിലും ഒരു ഒറ്റ കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. കാരണം SNDയിലാണ് ഇവർ താമസിക്കുന്നത്, ക്ലിഫ് ഹൗസാണ്. 2 അയൽപ്പക്കം പോലെയാണ്. അപ്പോൾ ഷിബു, ഷാജി ചാച്ചന്, ഷീല ചേച്ചി, ഞങ്ങൾ മിക്കവാറും അവിടെയാണ്. ഭക്ഷണമൊക്കെ അവിടെ തന്നെയാണ്. തിരിച്ച് ഷിബു ഇവിടെ വന്നാൽ ഷിബു ഇവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഒരു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു നിർമ്മല്, ഷിബു, ഞാനും. അങ്ങനൊരു വലിയ ആ ബന്ധമൊന്നും നിലനിൽക്കുന്നുണ്ട്. ഗണേശനുമായിട്ട് അന്നൊരു അടുപ്പുണ്ടായിരുന്നു? ഗണേശനുമായിട്ട് അടുപ്പുണ്ടായി. പിന്നെ അവർ തമ്മിൽ തെറ്റിയെന്ന് തോന്നുന്നു, ഷിബുവും ഗണേശനും തമ്മിൽ എന്തോ ഒരു തർക്കം. അത് എനിക്കറിയില്ല അവർ എന്താണ് പ്രശ്നം. ഇടയ്ക്ക് എന്തോ അങ്ങോട്ടൊരു, പക്ഷേ എനിക്ക് രണ്ടുപേരുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്. ഗണേശൻ ഞാൻ ഒരുമിച്ച് മന്ത്രിമാരായിരുന്ന സമയത്ത് വലിയ ആത്മബന്ധമായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് ഷിബു മന്ത്രിയാ? ഇല്ല, ഷിബു പിന്നെ രണ്ടാമത്തെ തവണയിൽ പിന്നെ ഗണേശനും ഉണ്ട് മന്ത്രി. ഉണ്ട്, 3 പേരും. അതായത് നിങ്ങൾ 3 പേരും മന്ത്രിമാരായിരുന്നു. അതുകൊള്ള അടുത്തടുത്ത് ക്ലിഫ് ഹൗസിൽ താമസിച്ചില്ലതേ ഉള്ളൂ അല്ലേ? അത് നല്ല സൗഹൃദമായി. ബാലകൃഷ്ണപിള്ളയുമായിട്ട് ഇതേപോലെ വാപ്പയ്ക്ക് നല്ല ബന്ധമായിരുന്നു. ആ വാപ്പയ്ക്ക് അതുപോലെ അടുപ്പമുള്ള യേശുദാസോട്ട് നല്ല ബന്ധമായിരുന്നു അല്ലേ? ദാസേട്ടൻ എപ്പോഴും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ ഇപ്പോഴും വെള്ളയും ഇട്ടിട്ട് മീശയും ഇല്ല, മുടിയൊന്നും ഇത്ര വളർത്തിയിട്ടില്ല. ആ കാലത്തെ ദാസേട്ടനെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ പണി ഈ ഓട്ടോഗ്രാഫ് വാങ്ങലാണ്. അതേതോടെ ഓട്ടോഗ്രാഫ് വാങ്ങായിരുന്നു. അപ്പോൾ ഈ കരുണാനിധിയുടെയും NTRൻ്റെ ഒക്കെ NTRൻ്റെ ഇല്ല, MGRൻ്റെ ഒക്കെ കാണും അല്ലേ ഓട്ടോഗ്രാഫ്? MGRൻ്റെ ഉണ്ട്, കരുണാനിധിയുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഞാൻ വളരെ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള. യേശുദാസ് വീട്ടിൽ വരുമായിരുന്നു? വീട്ടിൽ വരുമായിരുന്നു. തിക്കുറിശി, ബഹദൂർ, പ്രേം നസീറായിട്ട് ഞങ്ങളുടെ സിസ്റ്റർ കല്യാണത്തിന് മുഴുവൻ സമയം പ്രേം നസീർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യൻ. ഇതെല്ലാം ബന്ധപ്പെടുത്തിയത് പ്രധാനമായും
ശിവേട്ടൻ വഴിയാണ്. ശിവൻ നമ്മുടെ ശിവൻ സ്റ്റുഡിയോയിലെ ശിവേട്ടൻ ഞങ്ങൾ ഒരു ഭയങ്കര അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഉണ്ടായിരുന്നു. ആ ബന്ധത്തിലേക്ക് വാപ്പയും പിന്നെ ശിവനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ മതമൊന്നുമില്ലല്ലോ അല്ലേ? എത്ര മതത്തിൻ്റെ പേരിൽ? അയ്യോ, എനിക്ക് ഓർമ്മയില്ല മതം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മതം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസിന് ഞാൻ ഷിബുവിൻ്റെ അടുത്തായിരിക്കും. ക്രിസ്മസ് ഞങ്ങൾ അവിടെ ആഘോഷിക്കും. ഷിബു പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഇവിടെ വരും. അതുപോലെ കോഴിക്കോട് ഡോക്ടർ വേണു, ഇപ്പം ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഓണത്തിന്. അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ രാജമ്മ ഡോക്ടർ പിന്നെ ഞങ്ങളുടെ ടീച്ചർ കൂടിയായിരുന്നു. ഒരു സ്വാത്വികനായ മനുഷ്യൻ. ഞാനും പിന്നെ വേണു ഒരേ ക്ലാസ്സിലാണ് അവിടെ മെഡിസിൻ പഠിച്ചത്. പിണറായി വിജയൻ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കെല്ലാം ഗവൺമെന്റ് എന്നതിൽ അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. വളരെ നല്ല മനുഷ്യനാണ്, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. അല്ല, വേണു ഈ ചീഫ് സെക്രട്ടറി ശേഷം ഞാൻ വിളിച്ചിട്ടില്ല. വേണു വളരെ സത്യസന്ധനാണ് ഈ കാര്യത്തിൽ. ഒരു കാര്യം വഴിവിട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ചിലപ്പോൾ ചീഫ് സെക്രട്ടറിയോട് നിങ്ങളുടെ ക്ലാസ്മേറ്റ് എന്നുള്ള നിലക്ക് പറയാൻ പറഞ്ഞാലും ഞാൻ പറയും അത് ചെയ്ത് കിട്ടേണ്ടതാണെങ്കിൽ ആരുടെയും ശുപാർശയില്ലാതെ വേണു ചെയ്യും. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇനി ഞാനല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പറഞ്ഞാലും വേണു ചെയ്യില്ല. ഇപ്പം എന്നെ സർക്കാർ വേട്ടയാടുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരാൾ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ആ കാണാൻ പോയ ആളോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഷാദിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ട് ഷാദിന് ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോയിരിക്കുന്നത്, അതുകൊണ്ട് കൊച്ചു വിഷമിക്കേണ്ട പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതറിയാം, അതിൻ്റെ വരുന്ന വഴിക്ക് പോകട്ടെ, അല്ലാതെ. ഇപ്പോൾ വേണുവിൻ്റെ വീട്ടിലാണ് പിന്നെ ഞാൻ ഓണം ആഘോഷിച്ചിരുന്നത്. അതേപോലെ VM വിനു എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോഴും ഓണം വന്നു കഴിഞ്ഞാൽ അവിടെ പോകും. പെരുന്നാളിന് അവർ ഞങ്ങളുടെ വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. ഇതാണ് ശരിക്കും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കട്ടെ. ഇതിനെയൊക്കെ സങ്കുചിതമായി പിന്നെ കാണുന്ന ഒരു കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഒരു മതത്തിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റില്ല. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. മതവിശ്വാസം എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് മതിൽ കെട്ടി അതിനകത്ത് താമസിക്കുക എന്നുള്ളതല്ല, അത് തുറന്നു വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ മതം മാത്രമാണ് വലുത്, ശരി, മറ്റത് തെറ്റാന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം വരുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന ഒരു സങ്കുചിതത്വം വരുന്നത്. സങ്കുചിതത്വം വരുന്നതോടുകൂടി നമ്മൾ ഈ സഹവർത്തിത്വം പോകും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവർ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴാണ് ഈ ഒരു പണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ആരുടെയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ എല്ലാവരും എൻ്റെത് മാത്രമാണ് ശരി, മറ്റതെല്ലാം തെറ്റാന്ന്. അത് കാലം ഇങ്ങനെ പോകുന്തോറും എല്ലാം കർക്കശക്കാരായി മാറിക്കൊണ്ടിരിക്കും. അത് വിചിത്രമല്ല. യൂറോപ്പ് തിരിച്ചാണല്ലോ. യൂറോപ്പിൽ ഭൂരിപക്ഷം പേര് മതരഹിതരാവുകയും അല്ലെങ്കിൽ ഇത്തരം എല്ലാം മാറുകയും ചെയ്യും. ഇവിടെ തിരിച്ച് കൂടുതൽ വരുവാണല്ലോ. അതെ, ഞാൻ പറയുന്നത് മതവിശ്വാസം ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു മതത്തെ വെറുക്കാൻ വേണ്ടി ആവാൻ പാടില്ല. ശരിക്കും ഇപ്പോഴത്തേത് ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മനസ്സിലെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത്. ഇപ്പോൾ വെറുപ്പ് എന്ന് പറയുന്നതാണല്ലോ. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം വറ്റി വരണ്ടു പോയിട്ടുണ്ടാവും മനസ്സുകളിൽ നിന്ന്. അതുകൊണ്ട് അടിസ്ഥാന വികാരം എളുപ്പം എന്താണ്? വെറുക്കാനാണ് എളുപ്പം. അതുകൊണ്ട് എളുപ്പമുള്ളതാണ് ആളുകൾ നോക്കുന്നത്, വെറുക്കാനാണ് എളുപ്പം. രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിൽ നിൽക്കുമ്പം നമ്മളതിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല ഇപ്പോൾ. പക്ഷെ ഒന്ന് ചെറുങ്ങനെ അവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു അടിയിലെത്തും എന്ന് കാണുകയാണെങ്കിൽ നമ്മളവിടെ നിൽക്കും. അതെ 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 കണ്ടിട്ട് പോകുന്നു. ഇവൻ വഴിയിലൊരു അപകടം ഉണ്ടാവുകയാണെങ്കിലേ നമുക്ക് ആ രക്ഷിക്കാനല്ല, എന്ത് സംഭവിച്ചു, ആ വണ്ടിയുടെ ഒരു ആഘാതമൊക്കെ കാണാൻ വേണ്ടി നിർത്തിയിട്ട് പോകും, വഴി ബ്ലോക്കാക്കിയാലും നമ്മൾ. അല്ല, അപ്പോൾ ഈ ഒരു മാറ്റം വല്ലാതെ വിഷമിപ്പിക്കുന്നില്ലേ നമ്മുടെ നാടിന്? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ
പ്രയാസപ്പെടുന്നത്. എൻ്റെ പിതാവ് ഉള്ള കാലഘട്ടത്തിലും ഇതുപോലെ മറ്റ് മതസ്ഥരുമായിട്ടുള്ള ബന്ധത്തെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ശ്രീധരൻപിള്ള എന്നെ ഈ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ABVP ആയിരിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നു. കോഴിക്കോട് ചക്കോർത്തോളത്തിലുള്ള ഒരു ക്ഷേത്രം, അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയുടെ കുറച്ച് സ്ഥലത്ത് ക്ഷേത്രത്തിനുള്ളതാണ്. അപ്പോൾ അത് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അതിൽ ഉത്തരവിട്ട് പള്ളിയുടെ ആളുകളെ വിളിച്ച് ആ ക്ഷേത്രത്തിന് പൂർണ്ണമായും നിർമ്മിക്കാനുള്ള അനുമതി വാങ്ങിക്കൊടുത്തു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഭാഗത്ത് വാപ്പയുള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണമല്ലോ. അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ്. കരുണാകരനുള്ളപ്പോഴും കരുണാകരനും വാപ്പയും തമ്മിൽ വേറൊരു എനിക്കൊന്ന് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നതിനപ്പുറമുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അതിൽ തമ്മിൽ. ആ ഇക്വേഷനാണ് ശരിക്കും ഈ രണ്ട് മതങ്ങളെ കൂടി ഒരുമിപ്പിച്ച് വലിയ ഭക്തനാണ്. അതേസമയം അദ്ദേഹം ഭയങ്കര സെക്കുലറാണ്. അതെ, അതാണ് ശരിക്കും വേണ്ടതല്ലേ, വലിയ ഭക്തനാണ്. തിരിച്ചും അങ്ങനെയായിരുന്നു. എൻ്റെ പിതാവ് ഭയങ്കര ഭക്തനാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മറ്റുള്ള മതങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇടമുണ്ടാകും. അത് ശിഹാബ്ദങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ശിഹാബ്ദങ്ങളും വളരെയധികം ഈ മറ്റ് മതങ്ങളെ മാനിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കാണാൻ വരുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ മതസ്ഥരും ഉണ്ടാവുമായിരുന്നു. അപ്പം അത് അവരുടെ ഒരു ലെഗസി. അത് തങ്ങൾ കുടുംബത്തിൻ്റെ അത് PMSA പൂക്കോയി തങ്ങൾ മുതൽ തുടങ്ങിയിട്ടുള്ളത്. അത്ര ഉള്ളൊരു വിഷമം നമ്മുടെ ആ ഒരു മതപരമായ മനുഷ്യർ തിരിഞ്ഞു പോകുന്നു, മതം വലിയൊരു വിഷയമാകുന്നു, മതത്തിൻ്റെ പേരിൽ സംവാദം വഴക്കുണ്ടാകുന്നു. ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ ചില പാർട്ടികൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പേര് മുസ്ലിം അതിനകത്തുണ്ട് എന്നുള്ള ഒരു വിഷയം അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ പേരിലല്ലല്ലോ. ഞാൻ മുസ്ലിമായി നിന്നുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ നല്ല പേരാണല്ലോ SDPI. അതെ 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 ഡെമോക്രാറ്റിക് എന്തൊക്കെയാണ് പീപ്പിള് ഇന്ത്യ എന്നൊക്കെ പറയുന്ന സാധനം മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ ഇത്രയും സമൂഹത്തെ ശിഥിലമാക്കിയിട്ടുള്ള ഒന്നും വേറെ ഇല്ല. അപ്പോൾ പോപ്പുലർ PDF ആയിട്ട് വന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പോപ്പുലർ PFI വന്നു. PFI ഇവർക്ക് പേര് തന്നെ നിലനിർത്താൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് NDF ആവുന്നു, സിമിയാണത്. ബേസിക്കലി സിമിയാണ്. സിമി ആവിയായി പോയിട്ടില്ല. സിമി നിരോധിച്ച ശേഷം അത് ആവിയായിട്ട് പോയിട്ടില്ല, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെവിടെ? സിമിയിലുള്ള ജനങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നല്ലോ. അപ്പോൾ സിമിയുടെ ഒരു അമീബ പോലെ അതിങ്ങനെ ഒരു രൂപപരിണാമം സംഭവിച്ചതാണ്. അപ്പം ഞാൻ ഈ ആദ്യകാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അതിതീഷ്ണമായ, ഞാൻ PDPക്കെതിരെ സംസാരിച്ച സമയത്ത് തന്നെ എനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം വന്നു. നിങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ എതിർക്കുകയാണോ എന്ന്. ഞാൻ പറയുന്നത് അവരതിന് വേണ്ടി ആയിരുന്നില്ല അന്ന് നിന്നത്, അവരതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിന്നത്. സത്യത്തിൽ ഭയങ്കര പോളറൈസേഷൻ ഈ രാജ്യത്തുണ്ടാക്കിയില്ലേ. ഇത് RSSനെ വളർത്തുകയല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പരസ്പര പൂരകമായി നിൽക്കുന്ന ഒന്നായി മാറി. ഇവർ പരസ്പരം പാലൂട്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്നിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അന്ന് ഇവർക്കെതിരെ ഭയങ്കരമായി സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാണെന്ന്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ സംഖ്യയായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് പിന്നെ ഞാൻ മതതീവ്രവാദിയായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, രണ്ട് കൂട്ടരും ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ സെക്കുലറാണ് എന്ന് എനിക്ക് ബോധ്യമായി. വാപ്പയോട് നമുക്ക് കടപ്പാട് തോന്നി, ഞാൻ സെക്കുലറാ വാപ്പ എന്ന് പറയുന്നത്.
അല്ല, ശരിക്കും പറഞ്ഞാൽ NDF-ൻ്റെയും ഒക്കെ തുടർച്ച തന്നെയല്ലേ ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അത് നിരോധിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അന്ന് ആ കാലഘട്ടത്തിൽ അവർ കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ അതെ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇപ്പം ഞാൻ പറയുന്നത് സിമിയെയും നിരോധിച്ചിരുന്നു. അതെ. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? സിമി വേറെ രൂപത്തിൽ വരും, ഇവർ നിരോധിക്കുമ്പോൾ ഇവർ വേറെ രൂപത്തിൽ വരും. ഇപ്പോൾ ഇവരിൽ SDP ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ ഐഡിയോളജിയെയാണ് നമ്മൾ നേരിടേണ്ടത്. അത് പ്രധാനമായി അത് ചെയ്യേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അല്ല, അതിലേക്കാണ് ഞാനും വരുന്നത്. ലീഗിനല്ലേ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത്? ലീഗിന് ഭയങ്കരമായ ഉത്തരവാദിത്തമുണ്ട്. വേണ്ടതുപോലെ നിറവേറ്റുന്നുണ്ടോ? സത്യത്തിൽ പിന്നെ ലീഗ് രാത്രി മെഴുതിരി കത്തിച്ചു വെച്ചിട്ടാണ് ഇവരുടെ യോഗങ്ങൾ. ഇരുട്ടത്ത് മാത്രമേ ഇവർ യോഗങ്ങൾ ചേരും. വൈമ, ഓക്കെ. കാലിക്കറ്റിലെത്തുമ്പോൾ അതൊരു കൈമ, മലപ്പുറത്തെത്തുമ്പോൾ മൈമ. തീവ്രമായി ചിന്തിക്കുന്ന ഒരു നിലപാട് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. കാരണം നമ്മുടെ സ്പേസ് എന്താ? ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉമ്മൻചാണ്ടി ഒരു അസാധ്യ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ഹൈവേ അങ്ങാണ് ആദ്യം നിർദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു റോഡിന്. അപ്പോൾ ഇതിപ്പോൾ ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു കേൾക്കാൻ? ആ ഒരു ഐഡിയ ഞാൻ ആലോചിക്കുന്നത് വരയ്ക്കും, പാടും, പെയിന്റ് ചെയ്യും, എഴുതും, എന്താ ഇത്? ഇതിനൊക്കെ എങ്ങനെ സമയം ഒപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ? ഇതിലാകെ ഞാൻ പോകാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ കായികമാണ്.